ജയൻ മലയാള സിനിമയിലെ സൂര്യപ്രഭ, പൗരുഷത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകം. മരിച്ചിട്ടും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു അതുല്യ പ്രതിഭ. മലയാള സിനിമയിൽ മുമ്പോ അതിനുശേഷമോ അത്തരമൊരു താരത്തെ കണ്ടിട്ടില്ല. തീക്ഷ്ണത നിറഞ്ഞ കണ്ണുകളും സൂര്യൻ ഉദിച്ച പോലുള്ള ചിരിയും മുഖവും ഗാംഭീര്യം നിറഞ്ഞ ശബ്ദവുമെല്ലാം ആ നടന് മാത്രം സ്വന്തം. മരിച്ച് 44 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഓർക്കാത്തവരായി ആരുമില്ല ഈ കലാകാരനെ. മാത്രവുമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നം എന്ന വിശേഷണവും ഈ താരത്തിനുണ്ട്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാവാത്ത ഒരു തരംഗം സൃഷ്ടിക്കാൻ ഈ പ്രതിഭയ്ക്ക് കഴിഞ്ഞു. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളി എന്ന സ്ഥലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കൊല്ലം ശാഖയായ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായ മാധവവിലാസം വീട്ടിൽ മാധവൻപിള്ള അഥവാ കൊട്ടാരക്കര മാധവൻപിള്ളയുടെയും ഓലയിൽ ഭാരതിയമ്മയുടെയും മൂത്ത മകനായാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ പിറക്കുന്നത്. അദ്ദേഹത്തിന് സോമൻ നായർ എന്നൊരു അനുജനും ഉണ്ടായിരുന്നു. വീടിനടുത്തുള്ള മലയാളി മന്ദിരം സ്കൂളിലായിരുന്നു കൃഷ്ണൻ നായർ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് കൃഷ്ണൻ നായർ ഒരു ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സ്കൂൾ പഠനകാലത്ത് പഠനത്തിലും മറ്റ് കലാകായിക രംഗത്തും മിടുമിടുക്കനായിരുന്നു കൃഷ്ണൻ നായർ. ഒപ്പം പാട്ടുപാടുവാനും. മാത്രവുമല്ല, സ്കൂളിൽ NCCയിൽ ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുത്ത് അതുവഴി ഇന്ത്യൻ നേവിയിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുകയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം പട്ടിണി അനുഭവിച്ചിരുന്ന കാലമായിരുന്നു അന്ന്. SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച ശേഷമാണ് ഇന്ത്യൻ നേവിയിൽ പ്രവേശനം ലഭിച്ചത്. 15 വർഷത്തോളം അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ നേവിയിൽ നടത്തുന്ന വാർഷിക പരിപാടിയിലൊക്കെ നാടകവേദിയിൽ അഭിനയിക്കുമായിരുന്നു അദ്ദേഹം. നാടകവേദിയിൽ തൻ്റെ മികച്ച പ്രകടനം കണ്ട് സഹപ്രവർത്തകരുടെ പ്രോത്സാഹനം മൂലമാണ് സിനിമയിലേക്ക് എത്തുവാൻ പ്രേരിപ്പിച്ചത്. ഞാൻ ചെയ്യുന്നില്ല തെറ്റാണ് സമർത്ഥിക്കുന്നു. യു ബ്ലഡി പ്രോസ്റ്റിറ്റ്യൂട്ട്. അട്ടയെ പിടിച്ച് ഞാൻ മെത്തയിൽ കിടത്തി. അവൾ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം എനിക്കെതിരെ സാക്ഷി പറയുന്നു. അതിന് നീ ജീവിച്ചിരിക്കില്ലേ? എങ്കിൽ നിങ്ങളെ ആദ്യം കൂട്ടി കേട്ടിട്ട് വന്ന ബാക്കി കാര്യം. മണിമംഗലം ഗോപാലൻ ആരാണെന്നാണ് ചോദിച്ചത്. ആർക്കാണ് അറിയേണ്ടത്? നീയാണല്ലേ? അതേടാ, ഞാൻ തന്നെ. എന്ത് വേണം? ട്യൂഷൻ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളെ വീട്ടിൽ വരുത്തി അവരെ നശിപ്പിക്കലാണ് നിന്റെ ജോലി അല്ലടാ? എന്റെ കൊച്ചനുജത്തിയെ വലിച്ചെറിഞ്ഞ് നീ കൊന്നില്ലടാ ദ്രോഹി. സിനിമ അഭിനയമോഹം ഉദിച്ചപ്പോൾ ഇന്ത്യൻ നേവിയിൽ നിന്നും മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ പദവിയിൽ എത്തിയിരുന്നു. 15 വർഷത്തെ നാവിക ജീവിതം ജയന ജീവിതാനുഭവങ്ങളുടെ ബൃഹത്തായ പുസ്തകമായിരുന്നു. സിനിമ അഭിനയമോഹവുമായി നാട്ടിലെത്തിയ കൃഷ്ണൻ നായർ തൻ്റെ അച്ഛൻ്റെ പേരിലുള്ള കശുവണ്ടി ഫാക്ടറി നടത്തുന്നുണ്ടായിരുന്നു. തൻ്റെ അനുജൻ സോമൻ നായർ ബിസിനസ്സിൽ പങ്കാളിയായിരുന്നു. പിന്നീട് സിനിമാ അഭിനയമോഹവുമായി കൃഷ്ണൻ നായർ എറണാകുളത്ത് വരികയും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ PRO ആയി വർക്ക് ചെയ്യുകയും ചെയ്തു. വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു കൃഷ്ണൻ നായരുടേത്. ആ സമയം ഒരു ചിത്രത്തിൽ അഭിനയിക്കുവാനുള്ള അവസരം വന്നു. ഡ്രാക്കുള എന്ന പേരിൽ വന്ന നടി വിധുബാല നായികയായ ഈ ചിത്രത്തിൽ ഡ്രാക്കുളയുടെ വേഷമായിരുന്നു കൃഷ്ണൻ നായർക്ക് കിട്ടിയിരുന്നത്. പക്ഷെ ചില കാരണങ്ങളാൽ ആ ചിത്രം ഉപേക്ഷിച്ചു. പിന്നീട് ഉദയ സ്റ്റുഡിയോയിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി. അങ്ങനെ 1972 പുറത്തു വന്ന പോസ്റ്റ്മാനെ കാണാനില്ല എന്ന കുഞ്ചാക്കോ അണിച്ചൊരുക്കിയ ചിത്രത്തിൽ ഒരു ചെറിയ വേഷം കൃഷ്ണൻ നായർക്ക് ലഭിച്ചു. ഒരു നക്സലൈറ്റിൻ്റെ വേഷമായിരുന്നു അത്. ആ സിനിമയിൽ പ്രേം നസീറായിരുന്നു ഹീറോ. എറണാകുളത്തുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ്
തൊട്ടടുത്ത് നടൻ ജോസ് പ്രകാശിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത്. അത് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ രാജനുമായി കൃഷ്ണൻ നായർ സൗഹൃദം പുതുക്കി. അങ്ങനെ രാജൻ പ്രകാശ് വഴി കൃഷ്ണൻ നായർ ജോസ് പ്രകാശിനെ പരിചയപ്പെടുത്തി. സിനിമയിൽ അവസരം തേടി നടന്ന കൃഷ്ണൻ നായർ ജോസ് പ്രകാശ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുത്തു. അങ്ങനെ പുതിയൊരു പടത്തിൽ ഒരു റോൾ കൊടുത്തു. 1974 JC അണിയിച്ചൊരുക്കിയ ശാപമോക്ഷം എന്ന സിനിമയിൽ കൃഷ്ണൻ നായർ അരങ്ങേറ്റം കുറിച്ചു. ആ സിനിമയിൽ ഒരു ഗാനരംഗത്താണ് കൃഷ്ണൻ നായർ പ്രത്യക്ഷപ്പെട്ടത്. വളരെ നല്ല മികച്ച പ്രകടനമായിരുന്നു ഈ ചിത്രത്തിലേത്. കൽപ്പന സൗധത്തിൻ മുറ്റത്തു കാമൻ പുഷ്പതാലങ്ങൾ നിരത്തി ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ കാർത്തിക വിളക്കുകൾ കൊളുത്തി. നടൻ ജോസ് പ്രകാശാണ് കൃഷ്ണൻ നായരെ ജയൻ എന്ന പേര് നൽകിയത്. പിന്നീട് ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു. അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാക്കുവാൻ ജയന് സാധിച്ചു. ചലച്ചിത്ര നടി ജയഭാരതി ജയൻ്റെ അമ്മാവൻ്റെ മകളായിരുന്നു. ഇനി പറയുന്നത് ഒരു സീനിലാണെങ്കിലും ജയൻ്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റി. ഭാവാഭിനയത്തിൽ മികവ് പുലർത്തിയതോടൊപ്പം ശരീരത്തിൻ്റെ കരുത്തും മെയ്വഴക്കവും അഭിനയത്തിൽ സംക്രമിച്ച് ജയൻ അവതരിപ്പിച്ച സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് പ്രേക്ഷകർ ആവേശപൂർവ്വം നെഞ്ചിലേറ്റി. 1977 കമൽഹാസനെ നായകനാക്കി അടൂർ ബാസി സംവിധാനം ചെയ്ത ആദ്യ പാഠം, പ്രേം നസീറിനെ നായകനാക്കി ശശികുമാർ സംവിധാനം ചെയ്ത 2 ലോകം, ശുക്രദശ, ഹേമന്തരാത്രി, കാത്തിരുന്ന നിമിഷം, ഇതാ ഒരു മനുഷ്യൻ, രാത്രികൾ നിനക്ക് വേണ്ടി, അടവുകൾ 18, കന്യക, സൂത്രക്കാരി, കണ്ണപ്പനുണ്ണി തുടങ്ങിയ സിനിമകളിൽ ജയൻ വില്ലനായി ശ്രദ്ധിക്കപ്പെട്ടു. 1976 സുപ്രിയ ഫിലിംസിൻ്റെ ബാനറിൽ ഹരി പോത്ത് നിർമ്മിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമി എന്ന ചിത്രത്തിലെ ഫോറസ്റ്റ് റേഞ്ചർ ജോൺ എന്ന വേഷമായിരുന്നു അത്. യഥാർത്ഥത്തിൽ KP ഉമ്മറായിരുന്നു ആദ്യം ചെയ്യാനിരുന്നത്. അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടാത്തത് മൂലമാണ് ജയനെ പിന്നീട് തിരഞ്ഞെടുത്തത്. KP ഉമ്മർക്ക് ഡേറ്റ് കിട്ടാത്തത് മൂലം വിഷമിച്ചിരിക്കുകയായിരുന്ന ഹരിഹരനെ ജയഭാരതിയാണ് ജയന് പരിചയപ്പെടുത്തി കൊടുത്തത്. സാർ, ഞാനൊരാളെ പരിചയപ്പെടുത്താം. പുള്ളി എൻ്റെ മോർച്ചർക്കനാണ്, ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ജയഭാരതി പറഞ്ഞു. ഓഹോ, എങ്കിൽ വിളിക്കൂ, ഞാനൊന്ന് കാണട്ടെ എന്ന് ഹരിഹരൻ പറഞ്ഞു. ജയൻ വന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ സംവിധായകൻ ഹരിഹരൻ ജയനെ ഫിക്സ് ചെയ്തു. തുടർച്ചയായി വില്ലൻ വേഷങ്ങൾ ചെയ്തു മടുത്ത ജയന് ഒരു മോചനത്തിനു വേണ്ടി തൻ്റെ സിനിമയിലെ ഉറ്റ സുഹൃത്തും സിനിമാ സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയെ ചെന്ന് സമീപിക്കുകയുണ്ടായി. എനിക്ക് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തു മടുത്തു, എനിക്ക് നല്ലൊരു വേഷം ചെയ്യണം എന്ന് ജയൻ്റെ അഭ്യർത്ഥന മാനിച്ച് ശ്രീകുമാരൻ നമ്പി ഉടൻ ഒരു പുസ്തകം ജയന് നൽകി. എന്നിട്ട് ശ്രീകുമാരൻ നമ്പി പറഞ്ഞു, ഈ കഥ വായിക്കൂ, വായിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് സിനിമയാക്കാം, ഏത് റോൾ ചെയ്യണമെന്നും കൂടി പറയൂ. ഇത് കേട്ടതും ജയൻ സമ്മതം മൂളി. ജയൻ കഥ വായിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. ഉടൻ ശ്രീകുമാരൻ നമ്പിയെ വിവരമറിയിച്ചു. കൊള്ളാം, ഇത് സിനിമയാക്കാം, ഇതിലെ മെയിൻ വേഷം ഞാൻ തന്നെ ചെയ്യാം എന്ന് ജയൻ പറഞ്ഞു. അങ്ങനെ ആരംഭിച്ച സിനിമയാണ് 1978 പുറത്തിറങ്ങിയ ഏതോ ഒരു സ്വപ്നം. ചിത്രം വിജയിച്ചില്ലെങ്കിലും ജയൻ്റെ സന്യാസിയായുള്ള പ്രകടനം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇതിലെ ഗാനങ്ങൾ ഒന്നടങ്കം ഹിറ്റുകളായി. ശ്രീപദം, പൂമാനം പൂത്തുലഞ്ഞു തുടങ്ങിയവയായിരുന്നു അവ. ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, ജനനീ അടിയൻ തൂവുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി. ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, ജനനീ അടിയൻ തൂവുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ
അണിയൂ ദേവി ശ്രീപദം വിടർന്ന അതേ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പുവിൽ ഒരു സഹനടനായി പ്രത്യക്ഷപ്പെട്ടു. അതും ശ്രദ്ധേയമായ ഒരു വേഷമായിരുന്നു. ചെറിയ വേഷത്തിൽ നിന്നും വില്ലൻ വേഷത്തിലേക്കും, വില്ലൻ വേഷത്തിൽ നിന്നും ഉപനായക വേഷത്തിലേക്കും, ഉപനായകനിൽ നിന്നും നായകനിലേക്കും അങ്ങനെ വളരെ പെട്ടെന്ന് ഉയരുകയായിരുന്നു ചുരുങ്ങിയ കാലയളവിൽ. 1978 പുറത്തിറങ്ങിയ ഹൊറർ ചിത്രം ലിസയിലും അദ്ദേഹം സഹനടനായി ശ്രദ്ധേയനായി. നീയാണല്ലേ അലവലാതി ഷാജി എന്ന ജയൻ്റെ പ്രശസ്തമായ ഡയലോഗ് ഈ സിനിമയിലേതായിരുന്നു. തൻ്റെ മാസ്മരിക വേഷങ്ങളിലൂടെയും അമ്പരിപ്പിക്കുന്ന സ്റ്റണ്ട് ഫീറ്റുകളിലൂടെയും ജയൻ ആരാധകർക്കും ജനങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഇടയിൽ ഒരു യഥാർത്ഥ സൂപ്പർ സ്റ്റാർ ഇമേജ് നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വർണ്ണാഭയമായ വസ്ത്രധാരണവും അതുല്യമായ കനകാംബീര്യമുള്ള ശബ്ദവും ഒരു മാസ് ആക്ഷൻ ഹീറോ എന്ന നിലയിൽ ശരാശരി പ്രേക്ഷകൻ്റെ ഭാവനയെ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് ശൈലികളും പെരുമാറ്റ രീതികളും അദ്ദേഹത്തെ അക്കാലത്തെ കോളേജ് യുവാക്കളുടെ ആരാധനാ പുരുഷനായി മാറി. അപ്പോൾ ഞാൻ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നത് നിന്റെ പേരിലാണ്, ഗോപി അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ ഇന്ന് സമാധാനം പറയിക്കപ്പെടാം. നീ എന്നെ വിഡ്ഢിയാക്കാനുള്ള ശ്രമമാണ്. നീ എന്നെയല്ലേ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്നത്? എസ്റ്റേറ്റിലെ കൊലപാതകത്തിന്റെ പുറകിൽ നിന്റെ കൈകളല്ലേ? കേശവനെ കൊന്നത് നീയല്ലേ? നീയും ആ ശേഖരന്റെ ആളാണല്ലേ? എന്റെ സഹോദരിയുടെ കുടുംബജീവിതം നീ താറുമാറാക്കി. ഓർമ്മകൾ നശിച്ചൊരു ജീവച്ഛവമായിരിക്കുന്നു ഇന്നെന്റെ പെങ്ങൾ. കുറ്റപത്രമോ? എന്റെ നേതൃത്വം? എടാ, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഒരു പൊരുതൻ കുറ്റക്കാരെന്ന് പൊരുതി കാമിക്കട്ടെ. അങ്ങനെ മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോയായി ജയനെ അറിയപ്പെട്ടു. ജയൻ ഉയർന്ന റിസ്ക് എടുക്കുന്ന ആളായിരുന്നു. തൻ്റെ കരിയറിൽ ഉടനീളം ഒരു ഫൈറ്റ് സ്റ്റണ്ട് സീക്വൻസുകളിലെ മികച്ച പ്രകടനങ്ങൾക്ക് അദ്ദേഹം ജനപ്രിയനായിരുന്നു. മലയാള സിനിമാ വ്യവസായ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് പതിറ്റാണ്ടുകൾ ശേഷവും ഇന്നും മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സൂപ്പർ സ്റ്റാറായി തുടരുന്ന ഒരേയൊരു നടൻ ഒരുപക്ഷെ ജയൻ മാത്രമായിരിക്കും. മലയാളം ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെയുള്ള ഏറ്റവും വാണിജ്യപരമായി വിജയിച്ച സൂപ്പർ സ്റ്റാറാണ് ജയൻ. ഏകദേശം 90% വിജയനിരക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വ്യാപകമായ റിലീസും വിജയവും കാരണം 1979, 80, 81 വർഷങ്ങൾ ജയൻ വർഷങ്ങൾ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ജയൻ എന്ന നടനെ സൂപ്പർ താരമാക്കിയത് 1979 പുറത്തിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം എന്ന സിനിമയായിരുന്നു. ഒരു പ്രതിനായകൻ്റെ വേഷത്തിലായിരുന്നു ജയൻ അഭിനയിച്ചിരുന്നത്. നായകൻ സത്താറായിരുന്നുവെങ്കിലും ചിത്രത്തിൽ മുഴുനീളം നിറഞ്ഞു നിന്നത് പ്രതിനായകനായ ചന്ദ്രശേഖരൻ എന്ന കുതിരക്കാരനായ ജയൻ്റെ കഥാപാത്രമായിരുന്നു. ചിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട രംഗം അതിൽ ജയൻ്റെ ശരീരഭംഗി പ്രദർശിപ്പിക്കുന്ന രംഗമായിരുന്നു. പുറംതിരിഞ്ഞ് കുതിരയെ തടങ്ങുമ്പോൾ പുറം മസിലുകൾ കാണിക്കുന്നതായിരുന്നു. ഇത് യുവാക്കൾക്കിടയിൽ ഏറെ ഹരം കൊള്ളിച്ചു. ഈ ചിത്രത്തിന് ശേഷമാണ് മലയാളികൾ വ്യായാമത്തിന് പ്രചോദനം നൽകിയത്. അതുവരെയുണ്ടായിരുന്ന കുടവയറും കൊഴുത്ത ശരീരവുമൊക്കെ നായക സങ്കല്പങ്ങൾക്ക് പുതിയ മാറ്റം ജയനിലൂടെ ഉണ്ടായി. 1979 തന്നെ ആവേശം, അങ്കക്കുറി, പുതിയ വെളിച്ചം, സർപ്പം, മാമങ്കം തുടങ്ങിയ ഹിറ്റുകൾ പുറകെ വന്നു. ജയൻ നായകനായ ആക്ഷൻ ചിത്രങ്ങളിൽ അപകടകരമായ ആവേശകരമായ സ്റ്റണ്ടുകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. നിരവധി സിനിമകളിൽ ഒന്നോ അതിലധികമോ ശ്രദ്ധേയമായ സ്റ്റണ്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ വെളിച്ചം എന്ന സിനിമയിൽ ട്രെയിനിലേക്ക് ചാടിക്കയറുന്നതും ആവേശം എന്ന സിനിമയിൽ മുതലയുമായുള്ള അപകട രംഗങ്ങൾ, തടവറ, ശരപഞ്ചരം തുടങ്ങിയ സിനിമകളിലെ കുതിര സവാരി അനായാസമായി കൈകാര്യം ചെയ്യുന്നത്
തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അപകടകരമായ സ്റ്റണ്ട് ചെയ്യുന്നത് മൂലം പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള നടന്മാർ, സംവിധായകർ എന്നിവർ ഉപദേശിച്ചിരുന്നു. പക്ഷേ അഭിനയിക്കുന്ന സമയം അതെല്ലാം ജയൻ മറക്കുകയാണ് ചെയ്തത്. പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന കയ്യടികൾ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ആകണമെന്ന് ജയന് നിർബന്ധമായിരുന്നു. ജയൻ എന്ന ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ ഒരു മാസ് ഹീറോ എന്നതിലുപരി താൻ നല്ലൊരു നടനാണെന്ന് തെളിയിച്ച സിനിമയായിരുന്നു 1979 പുറത്തു വന്ന കഴുകൻ എന്ന സിനിമ. തൻ്റെ ഉള്ളിൽ ഒരു നടൻ ഉണ്ടെന്ന് ഏറെക്കുറെ തെളിയിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയായിരുന്നു ഇത്. ഇതിൽ നായികയായ ശുഭയുടെയും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു. കലാരഞ്ജിനി ഫിലിംസിൻ്റെ ബാനറിൽ AB രാജൻ്റെ സംവിധാനത്തിൽ വന്ന ഈ സിനിമ തപ്പുത്താളങ്ങൾ എന്ന തമിഴ് സിനിമയുടെ റീമേക്കായിരുന്നു. തമിഴ് സിനിമയിലെ ഇയക്കുനർ ശിഖരം എന്നറിയപ്പെടുന്ന K. ബാലചന്ദ്രൻ്റെ സംവിധാനത്തിൽ രജനീകാന്തിനെ നായകനാക്കിയ ഒരു ക്ലാസിക് ചിത്രമായിരുന്നു തപ്പുത്താളങ്ങൾ എന്ന സിനിമ. തപ്പുത്താളങ്ങൾ വിജയകരമാകാത്ത സിനിമയായിരുന്നെങ്കിലും രജനീകാന്ത് എന്ന താരത്തിൻ്റെ ഉള്ളിലും നടനുണ്ടെന്ന് തെളിയിക്കുകയും നല്ലൊരു ക്ലാസിക് സിനിമയായി മാറി. പക്ഷേ കഴുകൻ എന്ന സിനിമ സാമ്പത്തികമായി ഭേദപ്പെട്ട വിജയം നേടിയെടുത്തു. തെരുവിൽ വളർന്ന ഒരു കുരുത്തല്ലുകാരനായ വേലുവിൻ്റെയും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തെരുവേശിയായ മാലതയുടെയും മോഹങ്ങളും മോഹഭംഗങ്ങളുടെയും കഥയായിരുന്നു ഈ ചിത്രം. തപ്പുത്താളങ്ങൾ ഒരു ക്ലാസിക് സിനിമയെ മാറിയപ്പോൾ കഴുകൻ ഒരു കച്ചവട സ്റ്റണ്ട് ചിത്രമായാണ് പരിഗണിക്കപ്പെട്ടത്. ഒപ്പം വേനലിൽ ഒരു മഴ, അനുപല്ലവി, 1980 വന്ന ഇടിമുഴക്കം എന്നീ ചിത്രങ്ങൾ ഒക്കെ നടൻ എന്ന നിലയിൽ ജയൻ മികവ് തെളിയിച്ചു. ജയൻ്റെ കരിയറിൽ തൻ്റെ പ്രണയ ജോഡിയായിരുന്നു സീമ. ഇവർ തമ്മിൽ സർപ്പം, മീൻ, അങ്ങാടി, ദീപം, ശക്തി, തടവറ, കാന്തവലയം, ബെൻസ് വാസു, മനുഷ്യമൃഗം തുടങ്ങിയ ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. അവയിൽ ദീപം എന്ന സിനിമയിൽ ജയൻ്റെ അമ്മയായും ശക്തി എന്ന സിനിമയിൽ ജയൻ്റെ അനുജത്തിയായും സീമ അഭിനയിച്ചിരുന്നു. അങ്ങാടിയിലെ കണ്ണും കണ്ണും, സർപ്പം എന്ന സിനിമയിലെ ഏഴാം മാളികമേലെ തുടങ്ങിയ ഗാനങ്ങൾ ജനപ്രിയമായിരുന്നു. കൂടാതെ മനുഷ്യമൃഗം എന്ന സിനിമയിലെ കസ്തൂരിമാൻ മിഴിയും അവയിൽ പോപ്പുലറായിരുന്നു. 1980 ജയനെ ജനപ്രിയ നടനാക്കി മാറ്റിയ ചിത്രമായിരുന്നു IV ശശിയുടെ അങ്ങാടി എന്ന ചിത്രം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ T. ദാമോദരൻ തിരക്കഥ എഴുതിയ ഈ ചിത്രം മുൻകാല റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. ഈ ചിത്രത്തിൽ അഭ്യസ്തവിദ്യനായ ചുമട്ടുതൊഴിലാളിയുടെ വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ആ സ്വരഗാംഭീര്യത്തിൽ കോരിത്തെരിച്ച് ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്തവർ പോലും കയ്യടിച്ചു. What did you say? Buggers. Maybe we are poor. Coolies, trolley pullers, but we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Sorry, sir. മലയാള സിനിമയുടെ നിത്യവസന്തം പ്രേം നസീറുമായി അതീവ സൗഹൃദം പുലർത്തിയിരുന്നു ജയൻ. അദ്ദേഹത്തിനോടൊപ്പം നിരവധി സിനിമകളിൽ സഹനടനായി വേഷമിട്ടു. സൂപ്പർ താരമായിരിക്കുമ്പോഴും പ്രേം നസീറിനൊപ്പം
സഹനടനായി പ്രത്യക്ഷപ്പെടുവാനായിരുന്നു ജയന് താല്പര്യം. 1980കളിൽ ലവ് ഇൻ സിംഗപ്പൂർ, കരിപുരണ്ട ജീവിതങ്ങൾ, ചന്ദ്രഹാസം, മാമാങ്കം, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, വെള്ളയാണി പരമു, പ്രഭു, അറിയപ്പെടാത്ത രഹസ്യം തുടങ്ങിയ സിനിമകളിൽ ജയൻ നസീറിൻ്റെ സഹനടനായി. ജയൻ്റെ 100ാമത്തെ സിനിമ എന്നറിയപ്പെടുന്ന നായാട്ടിൽ മാത്രമാണ് പ്രേം നസീർ ജയൻ്റെ സഹനടനായി വേഷമിട്ടത്. 1973 പുറത്തിറങ്ങിയ സഞ്ജീർ എന്ന അമിതാഭ് ബച്ചൻ സിനിമയുടെ റീമേക്കായിരുന്നു നായാട്ട്. 1980 ജയൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റായ സിനിമയായിരുന്നു മൂർഖൻ. ഹിറ്റ് മേക്കറായ ജോഷി ജയനെ നായകനാക്കി എടുത്ത ഒരേയൊരു സിനിമയായിരുന്നു ഇത്. ക്രോസ് ബെൽറ്റ് മണിയുടെ സഹായിയായി പിന്നീട് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ടൈഗർ സലീം എന്ന സിനിമയുടെ വലിയ പരാജയത്തിന് ശേഷമാണ് മൂർഖൻ എന്ന സിനിമയെടുത്തത്. 80 ജയൻ്റെ മറ്റൊരു സിനിമയായ ബെൻസു വാസുവിൽ ക്യാമറമാനായി വർക്ക് ചെയ്യുകയായിരുന്നു ജോഷി. ജോഷിയുടെ ക്യാമറ ഷോട്ടുകൾ കണ്ട് ഇഷ്ടപ്പെട്ട ജയൻ്റെ അഭ്യർത്ഥന മൂലമാണ് മൂർഖൻ എന്ന സിനിമ പിറവിയെടുക്കുന്നത്. മൂർഖൻ, ബെൻസു വാസു തുടങ്ങിയ 2 സിനിമകളും ആരിഫ എൻ്റർപ്രൈസസിൻ്റെ സിനിമകളായിരുന്നു. മൂർഖൻ എന്ന സിനിമ ജയൻ താണ്ഡവമാടിയ സിനിമയായിരുന്നു. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തി തകർത്ത് ബുള്ളറ്റുമായി അകത്തേക്ക് പ്രവേശിക്കുന്നതായിരുന്നു. ഇത് അക്കാലത്ത് നിറഞ്ഞ കയ്യടികളായിരുന്നു തിയേറ്ററുകളിൽ. ഡ്യൂപ്പില്ലാതെയുള്ള ജയൻ്റെ സാഹസികത ഒടുവിൽ ജയൻ്റെ മരണത്തിന് കാരണമായി. 1980 നവംബർ 16 കോളിളക്കം എന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുമ്പോഴാണ് ജയൻ മരണമടയുന്നത്. മരിക്കുമ്പോൾ 41 വയസ്സായിരുന്നു പ്രായം. ചിത്രം ഭൂരിഭാഗവും ചെന്നൈയിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. ചെന്നൈയിലെ ഷോലവാരം എന്ന സ്ഥലത്തായിരുന്നു ചിത്രീകരണം. മധു, സോമൻ, സുകുമാരൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമയിൽ അനിയനായി അഭിനയിക്കുന്ന സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിൻ്റെ പിറകിൽ ഇരുന്ന് വായുവിൽ പോകുന്ന ഹെലികോപ്റ്ററിൽ പിടിച്ചു കയറി വില്ലനായ ബാലൻ കെ നായരുമായി സംഘട്ടനം ചെയ്യുന്നതായിരുന്നു. ആദ്യ ടേക്കിൽ ഭംഗിയായി ചെയ്തുവെങ്കിലും ജയൻ ഒട്ടും തൃപ്തി വന്നില്ല. തൃപ്തനല്ലാതിരുന്ന ജയന് വീണ്ടും ഒരു ടേക്ക് ആവശ്യപ്പെടുകയായിരുന്നു. റീടേക്കിനിടെ ബാലൻസ് നഷ്ടപ്പെട്ട് ലാൻഡിംഗ് സ്കിഡിൽ ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. മലയാള സിനിമാ മേഖലയെ ഒന്നടങ്കം നടുക്കിയ വാർത്തയായിരുന്നു ജയൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച ശേഷം അടുത്ത ദിവസം ജയൻ അഭിനയിച്ച ദൈവം എന്ന സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ ഷോയ്ക്കിടെ ഒരു സ്ലൈഡിൽ ചേർത്തു ജയൻ്റെ മരണവാർത്ത. വാർത്തയറിഞ്ഞ പ്രേക്ഷകർ പ്രതികരണങ്ങൾ പല വിധത്തിലായിരുന്നു. വാർത്തയറിഞ്ഞ മിക്കവരും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി. ജയൻ്റെ വീടിനടുത്തായിരുന്നു സംഭവം. ശബ്ദം കേട്ട ജയൻ്റെ അമ്മ പുറത്തേക്ക് ഓടിയെങ്കിലും ആദ്യം കേട്ട വിവരം ഫാക്ടറിക്ക് തീ പിടിച്ചെന്നായിരുന്നു. പിന്നീട് മരണവാർത്ത അറിഞ്ഞപ്പോൾ ജയൻ്റെ അമ്മ തകർന്നു വീണു. ജയൻ്റെ മൃതദേഹം വിമാനം വഴി തിരുവനന്തപുരത്ത് എത്തിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിച്ചു. ആയിരങ്ങളാണ് ജയന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. മരണശേഷം കോളിളക്കം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഡബ് ചെയ്തത് ആലപ്പി അഷറഫായിരുന്നു. മനുഷ്യമൃഗം, തടവറ, ആക്രമണം തുടങ്ങിയ സിനിമകളിൽ അന്തിക്കാട് മണിയും ആലപ്പി അഷറഫും ചേർന്ന് അദ്ദേഹത്തിന് ഡബ് ചെയ്തു. ഇതിനോടൊപ്പം മറ്റൊരു രസകരമായൊരു സംഭവം മോഹൻലാൽ ജയനോടൊപ്പം അഭിനയിച്ചു എന്നാണ്. സഞ്ചാരി എന്ന ജയൻ്റെ മരണശേഷം വന്ന സിനിമയിലായിരുന്നു ജയൻ്റെ വില്ലനായായിരുന്നു മോഹൻലാൽ അഭിനയിച്ചിരുന്നത്. മരണത്തിനു മുമ്പ് നിരവധി സിനിമകളിൽ ജയൻ നായകനായി അഭിനയിക്കേണ്ടതായിരുന്നു. തുഷാരം, സംഘർഷം,
ജയൻ നായകനായി എന്നതിനൊപ്പം നിർമ്മാതാവായും അരങ്ങേറ്റം കുറിക്കാതിരുന്ന സ്ഫോടനം, ഗർജനം, അടിമച്ചങ്ങല, ധ്രുവസംഗമം, സൂര്യൻ, ഭീമൻ തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം തുഷാരം എന്ന സിനിമയിൽ രതീഷും, സംഘർഷം, സ്ഫോടനം എന്നീ സിനിമകളിൽ നടൻ സുകുമാരനും, അടിമച്ചങ്ങല എന്ന സിനിമയിൽ കന്നഡ സൂപ്പർ സ്റ്റാർ വിഷ്ണുവർദ്ധനും, ഗർജനം എന്ന സിനിമയിൽ രജനീകാന്തും, സൂര്യൻ എന്ന സിനിമയിൽ ജയൻ്റെ സ്വന്തം അനുജൻ അജയൻ എന്ന പേരിലെ സോമൻ നായരും അഭിനയിച്ചു. ഭീമൻ എന്ന സിനിമയിൽ ഭീമൻ രഘുവും അഭിനയിച്ചു. 6 വർഷം കൊണ്ട് ഒരു തമിഴ് സിനിമ ഉൾപ്പെടെ 120ഓളം സിനിമകളിൽ അഭിനയിച്ചു. പൂട്ടാത്ത പൂട്ടുകളാണ് ജയൻ്റെ ഒരു തമിഴ് സിനിമ. ജയൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി വന്ന ഒരാൾക്കും ജയൻ്റെ സിംഹാസനം പിടിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓൾവേസ് വെൽ ഡ്രസ്ഡ് ആൻഡ് സ്മാർട്ട് അപ്പിയറൻസ് എന്നതായിരുന്നു ജയൻ്റെ പ്രത്യേകത. ഒരു മിന്നായം പോലെ കടന്നു വന്ന് ചുറ്റുപാട് മുഴുവൻ പ്രകാശം വിതാനിച്ച് ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമായി തിളങ്ങി നോക്കി നിൽക്കെ കൺവട്ടത്ത് വെച്ച് തന്നെ ആ നക്ഷത്രം പൊലിഞ്ഞു വീഴുന്ന ഒരു ദുരന്തമായി ജയൻ്റെ സിനിമാ ജീവിതം എന്ന് തിരക്കഥാകൃത്ത് ജോൺ പോൾ അനുസ്മരിക്കുന്നു. ഒരു പക്ഷേ ഫിസിക്കലി ഇത്ര മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നടൻ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത്ര വലിയ ഇൻസ്പിറേഷനാണെന്ന് നടൻ ടോവിനോ തോമസ് പറയുന്നു. മദ്യപാനമില്ല, പുകവലിയില്ല, അതാണ് ജയൻ സാറെന്നും ജയൻ ഒരു പ്രതിഭാസമാണെന്നും സുരേഷ് ഗോപി അനുസ്മരിക്കുന്നു. ജയൻ വിവാഹിതനല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരനായ സോമൻ നായർ വിവാഹിതനാവുകയും 2 ആൺമക്കൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഒരാൾ സീരിയൽ രംഗത്ത് സജീവമാണ്, ആദിത്യൻ. മറ്റേയാൾ കണ്ണൻ നായർ. കണ്ണൻ നായർ കുറച്ചുനാൾ മുമ്പ് അന്തരിച്ചു. ജയൻ എന്ന മഹാകലാകാരൻ്റെ ദീപ്തസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. നന്ദി. പാഠത്തിൽ തന്നെ അഭിനയത്തിൻ 18 അടവുകളാം പടവുകൾ കേറി ആപത്തുമായ അങ്കക്കുറി നീട്ടി ആവേശലഹരിയിൽ വിജയക്കുറി ചാത്തി സമയസാഗര കോളിളക്കത്തിൽ നീന്തി വിധിയുടെ വിളി കേൾക്കേ അമരചക്രവാളമേറി നീ കിരണപൂരമേ സുഗുണാധാരമേ ജയ 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 താരമേ ജയ താരമേ.